ഇനി മെൻ്റലി ജോലി ചെയ്ത് ടയർഡായി നമ്മളൊരു വലിയൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരാൾ അത് നല്ലൊരു മനോഹരമായ ഒരു സങ്കല്പത്തിലുള്ളൊരു വീട് പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ വാട്ടവർ അവരവരുടെ പ്രൊഫഷൻ എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ചിലപ്പോൾ ഒരു ബ്ലോക്ക് വരും. ഏത് വഴി കൂടെ മൂവ് ചെയ്യണമെന്ന് നമുക്ക് കിട്ടാതെ, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് നമുക്കൊന്ന് ചെയ്യാവുന്ന കണ്ണടച്ച് ബോഡി റിലാക്സ് ചെയ്തിട്ടൊന്നിരിക്കുക. എന്നിട്ട് നമ്മുടെ ആജ്ഞാചക്രയിൽ ഈ ഭ്രൂമധ്യ കേന്ദ്രം ഉണ്ടല്ലോ, നമ്മുടെ ഈ പുരികങ്ങൾക്ക് നടുവിലുള്ള ഭ്രൂമധ്യ കേന്ദ്രത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ബ്രീത്ത് എടുക്കുക. ഇൻഹെയിൽ, abdominal breath and exhale, normal breath, use normal breath, do not control your breath. Then inhale and exhale, gradually ശരീരം ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. Then visualize there is a light, blue violet, അതായത് ഇളം നീല പ്രകാശത്തിൻ്റെ കൂടെ ഇളം വയലറ്റ് ചേർന്നൊരു ഇൻഡിഗോ പോലത്തെ നിറം കടന്നു വരുന്നതായിട്ട്, ഭ്രൂമധ്യകേന്ദ്രത്തിൽ കൂടെ കടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെയിനെയും പീനിയൽ ഗ്ലാൻഡുകളെയും ഒക്കെ വളരെ ലളിതമായി തണുപ്പിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ റെഡിഷായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കണ്ണടച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഈ ലൈറ്റിനെ, കൂളിംഗ് ലൈറ്റിനെ അയച്ച് ശാന്തമാക്കുക. ഇൻഹെയിൽ, വെരി സിമ്പിൾ ടെക്നിക് ബട്ട് വെരി പവർഫുൾ. ചെയ്യേണ്ടത് ആജ്ഞാചക്ര ആക്ടിവേറ്റ് ചെയ്യുക. അതിൽ കൂടെ ഇളം നീലപ്രകാശമായാലും, ഇനി സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇളം നീലപ്രകാശം, ആകാശ നീലിമ സങ്കല്പിച്ചാലും മതി, അല്ലെങ്കിൽ ഇളം വയലറ്റ് ആയാലും മതി, രണ്ടും കൂടിയിട്ട് ചേർന്നിട്ടായാലും നല്ലതാണ്. അത് സ്വീകരിക്കുക. ഇൻഹെയിൽ ആൻഡ് റിസീവ് ത്രൂ ദ ആജ്ഞാചക്ര ആൻഡ് കൂൾ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ബ്രെയിൻ സിസ്റ്റം, സെൻട്രൽ മെറിഡിയൻ സിസ്റ്റം ഒക്കെ തണുപ്പിക്കുക. നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് കൂളിംഗ് ആവുന്നത്, ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള റെഡിഷായിട്ട് പിരിമുറുക്കത്തിലായി നിൽക്കുന്ന ചിന്തകൾ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സാച്ചുറേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇളം നീലപ്രകാശം കൊണ്ട് അതിനെ ബ്രെയിൻ സിസ്റ്റത്തിലേക്കൊക്കെ അതിനെ കൊടുക്കുക, അതിനെ കൂൾ ഡൗൺ ചെയ്യുക. ദെൻ വി ക്യാൻ കിടന്ന കുഴപ്പമില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഇളം നീലപ്രകാശത്തെ സങ്കല്പിക്കുക, ഇത് സ്വീകരിക്കുക. ശരീരം മൊത്തത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം, ഇത് ജോലി ചെയ്ത് ജോലി ഭാരം കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടാതെ ആകെ സ്ട്രെസ്ഫുള്ളാവുന്ന സമയത്ത് ഏത് വഴിമുട്ടി നിൽക്കുന്ന ചിന്തകൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ആജ്ഞാചക്ര ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ബ്ലൂ കളർ ആൻഡ് ലൈറ്റ്, വെരി പെയിൽ കളർ വയലറ്റ് ആൻഡ് വെരി പെയിൽ ബ്ലൂ കളർ കൊണ്ടുവരിക. ബ്രെയിനിൻ്റെ ഉള്ളിലേക്കൊന്ന് അകക്കണ്ണുകൊണ്ട് നോക്കുക. അവിടെ ഇങ്ങനെ ചുമന്ന് തടിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. ചുമന്ന് നിൽക്കുന്ന, അതായത് വർക്ക് ചെയ്തത് ഹോട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് തണുപ്പിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, ഞാൻ പറയണത് വിശ്വസിക്കില്ല. ഇനി മെൻ്റലി ജോലി ചെയ്ത് ടയർഡായി നമ്മളൊരു വലിയൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരാൾ അത് നല്ലൊരു മനോഹരമായ ഒരു സങ്കല്പത്തിലുള്ളൊരു വീട് പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ വാട്ടവർ അവരവരുടെ പ്രൊഫഷൻ എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ചിലപ്പോൾ ഒരു ബ്ലോക്ക് വരും. ഏത് വഴി കൂടെ മൂവ് ചെയ്യണമെന്ന് നമുക്ക് കിട്ടാതെ, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് നമുക്കൊന്ന് ചെയ്യാവുന്ന കണ്ണടച്ച് ബോഡി റിലാക്സ് ചെയ്തിട്ടൊന്നിരിക്കുക. എന്നിട്ട് നമ്മുടെ ആജ്ഞാചക്രയിൽ ഈ ഭ്രൂമധ്യ കേന്ദ്രം ഉണ്ടല്ലോ, നമ്മുടെ ഈ പുരികങ്ങൾക്ക് നടുവിലുള്ള ഭ്രൂമധ്യ കേന്ദ്രത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ബ്രീത്ത് എടുക്കുക. ഇൻഹെയിൽ, abdominal breath and exhale, normal breath, use normal breath, do not control your breath.
ദെൻ ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. ഗ്രാജുവലി ശരീരം ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. ദെൻ വിഷ്വലൈസ് ദർ ഈസ് എ ലൈറ്റ് ബ്ലൂ വയലറ്റ്, അതായത് ഇളം നീല പ്രകാശത്തിൻ്റെ കൂടെ ഇളം വയലറ്റ് ചേർന്നൊരു ഇൻഡിഗോ പോലത്തെ നിറം കടന്നു വരുന്നതായിട്ട്, ഭ്രൂമധ്യകേന്ദ്രത്തിൽ കൂടെ കടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെയിനെയും പീനിയൽ ഗ്ലാൻഡുകളെയും ഒക്കെ വളരെ ലളിതമായി തണുപ്പിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ റെഡിഷായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കണ്ണടച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഈ ലൈറ്റിനെ, കൂളിംഗ് ലൈറ്റിനെ അയച്ച് ശാന്തമാക്കുക. ഇൻഹെയിൽ, വെരി സിമ്പിൾ ടെക്നിക് ബട്ട് വെരി പവർഫുൾ. ചെയ്യേണ്ടത് ആജ്ഞാ ചക്ര ആക്ടിവേറ്റ് ചെയ്യുക. അതിൽ കൂടെ ഇളം നീലപ്രകാശമായാലും, ഇനി സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇളം നീലപ്രകാശം, ആകാശ നീലിമ സങ്കല്പിച്ചാലും മതി, അല്ലെങ്കിൽ ഇളം വയലറ്റ് ആയാലും മതി. രണ്ടും കൂടിയിട്ട് ചേർന്നിട്ടായാലും നല്ലതാണ്. അത് സ്വീകരിക്കുക. ഇൻഹെയിൽ ആൻഡ് റിസീവ് ത്രൂ ദ ആജ്ഞാ ചക്ര ആൻഡ് കൂൾ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ബ്രെയിൻ സിസ്റ്റം, സെൻട്രൽ മെറിഡിയൻ സിസ്റ്റം ഒക്കെ തണുപ്പിക്കുക. നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് കൂളിംഗ് ആവുന്നത്, ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള റെഡിഷായിട്ട് പിരിമുറുക്കത്തിലായി നിൽക്കുന്ന ചിന്തകൾ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സാച്ചുറേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇളം നീലപ്രകാശം കൊണ്ട് അതിനെ ബ്രെയിൻ സിസ്റ്റത്തിലേക്കൊക്കെ അതിനെ കൊടുക്കുക, അതിനെ കൂൾ ഡൗൺ ചെയ്യുക. ദെൻ വി ക്യാൻ കിടന്നോ കുഴപ്പമില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഇളം നീലപ്രകാശത്തെ സങ്കല്പിക്കുക, ഇത് സ്വീകരിക്കുക. ശരീരം മൊത്തത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം, ഇത് ജോലി ചെയ്ത് ജോലി ഭാരം കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടാതെ ആകെ സ്ട്രെസ്ഫുള്ളാവുന്ന സമയത്ത് ഏത് വഴിമുട്ടി നിൽക്കുന്ന ചിന്തകൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ആജ്ഞാ ചക്ര ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ബ്ലൂ കളർ ആൻഡ് ലൈറ്റ് വെരി പെയിൽ കളർ വയലറ്റ് ആൻഡ് വെരി പെയിൽ ബ്ലൂ കളർ കൊണ്ടുവരിക. ബ്രെയിനിൻ്റെ ഉള്ളിലേക്കൊന്ന് അകക്കണ്ണ് കൊണ്ട് നോക്കുക. അവിടെ ഇങ്ങനെ ചുമന്ന് തടിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. ചുമന്ന് നിൽക്കുന്ന, അതായത് ആ വർക്ക് ചെയ്തത് ഹോട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് തണുപ്പിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, ഞാൻ പറയണത് വിശ്വസിക്കില്ല. പിന്നെ മൊത്തത്തിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ്, നമുക്ക് കുറച്ച് സോൾട്ട് എടുക്കുക, ഒരു സോൾട്ട് പൗഡർ എടുക്കുക, ഒരു 2-3 ടീസ്പൂൺ സോൾട്ട് പൗഡർ എടുത്തതിൽ കുറച്ച് കാപ്പിപ്പൊടി ഇടുക. എന്നിട്ട് അത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിലാകെ അത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 3 മിനിറ്റ് സമയം കൊടുക്കുക, 180 സെക്കൻഡ്സ്. കുറേ സമയം നിൽക്കരുത്, ഒരു 3 മിനിറ്റിൽ കൂടുതൽ നിൽക്കരുത്. എന്നിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് സോപ്പ് തേച്ച് സാധാരണ കുളിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ കുറച്ചും കൂടി മികച്ചതായിരിക്കും. അപ്പോൾ കുറേ നമ്മുടെ ആ നേരത്തെ അസ്വസ്ഥങ്ങൾ മാറാനായിട്ട് നമുക്ക് സഹായിക്കും. പിന്നീട് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം, ആങ്കർ ഉണ്ടാക്കുന്ന ഒരു പാരാനോർമൽ പവറൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നതിന് കാരണം ഇവിടെ ഈ പൊക്കിളിൻ്റെ നേരെ പുറകിലുള്ള ഒരു വൈറ്റൽ എനർജി സെൻ്ററാണ്. ഇത് നമുക്ക് എക്സസീവായിട്ടുള്ള എനർജി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു നായ കടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്പീഡ് എടുത്ത് ഓടില്ലേ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അങ്ങോട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊരു ആ നേരത്തെ എടുക്കുന്ന ഒരു എഫേർട്ട് കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് വരിക. അതിന് വരുന്ന ശക്തി തരുന്നത് മെങ്മേൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു വൈറ്റൽ സെൻ്ററാണ്, ഈ പൊക്കിളിൻ്റെ നേരെ പുറകു ഭാഗത്ത്. ഒരു വലിയൊരു ശക്തിയിലേക്ക്, അതായത് മാനസിക രോഗമൊക്കെ വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഹിസ്റ്റീരിയ, വയലൻ്റൊക്കെ ആയിട്ട് ആളുകൾ, അവർ തീരെ ശോഷിച്ചവരോ ആരോഗ്യമില്ലാത്തവരോ ആണെങ്കിൽ പോലും 10 പേരൊന്നും പിടിച്ചാലും അവരെ കിട്ടില്ല. ആ ശക്തി വരുന്നത് ഈ മെങ്മേനിൽ നിന്നാണ്. പാരാനോർമൽ എബിലിറ്റി, പവർ വരുന്നത്. അത് ഓവർ ആക്ടിവേറ്റഡ് ആയാലും ഈ ബി പി ഒക്കെ കൂടുന്നത് അതുകൊണ്ടാണ്. ഈ മെങ്മേനിൽ എനർജി കൺജസ്റ്റഡ് ആകുമ്പോഴാണ് ബി പി ഒക്കെ കൂടുക. അപ്പോൾ ഹൈപ്പർ ടെൻഷനിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ മെങ്മേൻ എന്ന് പറഞ്ഞാൽ പൊക്കിളിന് നേരെ പുറകു ഭാഗത്ത് കൈ ലൈക്ക് ദിസ് വയ്ക്കുക, പൊക്കിളിൻ്റെ അവിടെയും കൈ വയ്ക്കുക.
എന്നിട്ട് മെയിൻ നമ്മുടെ ഈ പുക്കിളിൻ്റെ ബാക്കിൽ നമ്മൾ വെച്ചിട്ടുള്ള കൈയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഇൻഹെയിൽ ചെയ്യാം, അബ്ഡോമിനൽ ബ്രീത്ത്, ദെൻ എക്സ്ഹെയിൽ, ഇൻഹെയിൽ, എക്സ്ഹെയിൽ, അങ്ങനെ ഒരു 7 times ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ചെയ്യുക. എന്നിട്ട് ഈ കൈയെടുക്കുക, ഇത് വീണ്ടും ആ മെയിനിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുക. അതിൽ കൂടെ ശക്തിയായിട്ടുള്ള അഴുക്ക് പിടിച്ച ഊർജ്ജങ്ങൾ സൂര്യനിലേക്ക് പ്രവഹിക്കുന്നത്, അതായത് മെയിനിൽ നിന്നും ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങൾ ഒരു ബാത്ത് കംപ്ലീറ്റായിട്ട് ക്ലെൻസ് ചെയ്യുന്നതായിട്ട് വിഭാവനം ചെയ്യുക. അത് സൂര്യപ്രകാശത്തിലേക്ക് കടന്നു പോകുന്നതും സൂര്യൻ അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതും സങ്കല്പത്തിൽ ചെയ്താൽ മതി. നമ്മൾ അത് അവിടെ പോണില്ല എന്നൊന്നും ടെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അതിൽ കൂടെ നമ്മൾ വിഭാവനം ചെയ്യുക, സങ്കല്പം. ലോകത്തെ എല്ലാ കാര്യങ്ങളും സങ്കല്പത്തിൽ തന്നെയാണ്. അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഒക്കെ സങ്കല്പത്തിൽ തന്നെയാണ് അവിടുത്തെ ഡയറ്റീസിൻ്റെ എനർജി കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്ക് സങ്കല്പിക്കാം, നമ്മുടെ മെയിൻ പുക്കളുടെ നേരെ പുറകിലുള്ള മെയിനിൽ അതിൽ നിന്നും കുറേ നമുക്ക് ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ അസൂയോ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി വയലൻസ്, ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് അത് കളയേണ്ടതുണ്ട്. നമുക്ക് ചില ആളുകളോട് വൈരാഗ്യം വരിക, അതിനെ കളയാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ്. ആക്ടിവേറ്റ് യുവർ നാവൽ ഏരിയ, ദെൻ കീപ് യുവർ ഹാൻഡ്സ് ഇൻ ദ ബാക്ക് ബിഹൈൻഡ് ദ നാവൽ, then inhale and exhale 7 times, normal breathing, then keep your hands outside, then you absorb and expel the energy, dirty energies to the solar rays. then visual ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്കുള്ള ഊർജ്ജങ്ങൾ സൂര്യനിലേക്ക് പോയി വിഘടിച്ച് പോകുന്നത് സങ്കല്പിച്ചാൽ മതി. then നോർമലി ബ്രീത്ത്, കണ്ണടച്ചിരുന്നത് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് പരിശീലിക്കാവുന്നതാണ്. നമ്മുടെ ദേഷ്യം വെറുപ്പ് വിദ്വേഷമൊക്കെ മാനസിക സംഘർഷങ്ങളൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. പരീക്ഷാ സമയങ്ങളിൽ സ്ട്രെസ്സ് ടെൻസ്ഡ് ആവുന്ന സമയങ്ങളിലൊക്കെ ഇതൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വൈകാരിക തലത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു രഞ്ജിത്ത്. നമസ്തേ.